തെരഞ്ഞെടുപ്പിൽ സീറ്റ് വയനാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. തലേ ദിവസം കൽപ്പറ്റ ടൗണിലെ റോഡ് ഷോ നടത്തി. പിറ്റേ ദിവസം കാലത്ത് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ പര്യടനം നടക്കുന്ന സമയത്താണ് പ്രഖ്യാപനം. ഉമ്മൻചാണ്ടി സാർ എന്നോട് പറഞ്ഞു, താൻ വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സാറിന് എന്തോ പ്രധാനപ്പെട്ട പ്രശ്നം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു എന്തുകൂടെ പറഞ്ഞു സാർ. അപ്പം പറഞ്ഞു ഇങ്ങനെ ഒരു ആലോചനയുണ്ട്, അപ്പോൾ ടെൻഷനൊന്നും ആവണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ടെൻഷനും ഇല്ല സാർ, എന്താ ചെയ്യേണ്ടതെന്നുള്ള സാറ് പറഞ്ഞു. സാർ പറഞ്ഞു വർക്കൊക്കെ നിർത്തി വെക്കണം. ഞാൻ പറഞ്ഞു വർക്ക് നിർത്തി വെക്കാം, ഒരൊറ്റ കാര്യമുണ്ട്, ഇത് ഞാൻ നേരിട്ട് പത്രക്കാരോട് ആദ്യം പറയും എന്ന്. അപ്പോൾ ആയിക്കോട്ടെ നീ പോയി ഇപ്പം തന്നെ പത്രസമ്മേളനം നടത്തി. അതിനെ ഞാൻ തിരിച്ച് പോയി പത്രസമ്മേളനം നടത്തി, സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പത്രസമ്മേളനം. അത് കഴിഞ്ഞ് കൽപ്പറ്റയിൽ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിച്ചു. 5470 വോട്ടിനാണ് ഞാനവിടെ ജയിക്കുന്നത്. അല്ലേ, യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ അന്ന് ഇങ്ങനെ മാറിയില്ലായിരുന്നെങ്കിൽ അന്ന് ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും MP ആയി തന്നെ തുടരുകയും ഒക്കെ ചെയ്തേനെ. അതെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരു ഭാഗ്യം കൂടി വന്നു. അതെല്ലാം ഗുണപരമായ മാറ്റം. ആദ്യം ഈ പറയുന്ന പോലെ വിഷ്ണു സ്ഥാനം പേര് വെട്ടി വിഷ്ണു വന്നെങ്കിൽ പിന്നീട് ലിജുവിനെ മാറ്റി വന്നു. അപ്പോൾ കുറേ ഇപ്പോൾ അവർ രണ്ടുപേരും കൂടെ മന്ത്രിമാരായിട്ട് ഇരിക്കുന്നു. ഇതെല്ലാം ഓരോ സാഹചര്യങ്ങളാണ്. വിഷ്ണു കൊള്ളാവുന്ന ഒരാളാണ്, ലിജു കൊള്ളാവുന്ന ആളാണ്. അപ്പോൾ ഓരോ അവസരങ്ങൾ എല്ലാവർക്കും കിട്ടില്ല, ഓരോ അവസരങ്ങൾ ഓരോരുത്തർക്കാണ് കിട്ടുക. അപ്പോൾ അന്നത്തെ തീരുമാനം പിന്നെ ചേഞ്ച് ചെയ്ത് വിഷ്ണുവിൻ്റെ തീരുമാനത്തിലേക്ക് പിന്നെ പോയി. അപ്പോൾ പിന്നെ ലിജുവിൻ്റെ തീരുമാനത്തിലേക്ക് പാർട്ടി പോയി. അങ്ങനെ ഓരോ സമയത്ത് ഓരോ തീരുമാനങ്ങളാണ്. ആ തീരുമാനം മുഴുവൻ ഗുണപരമായിരുന്നു. അന്ന് 5470 വോട്ടിന് ജയിച്ച ഞാൻ രണ്ടാമത് ചെയ്യുമ്പം 45,031 വോട്ടിനാണ് ജയിക്കുന്നത്. അതവിടെ നടത്തിയ ദുരന്തത്തിൽ നടത്തിയ ഇടപെടൽ, 5 കൊല്ലം വല്ലാതെ പുറത്തേക്കൊന്നും പോവാതെ അവിടെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു 20% ട്രൈബൽ കമ്മ്യൂണിറ്റി, 18-20 ആദിവാസി ഗോത്ര സമൂഹത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളാണ്. അവിടെ തോട്ടം തൊഴിലാളികൾ, നല്ല തോട്ടം തൊഴിലാളികൾ. ഞാനത് ചോദിച്ചോട്ടെ, ഇപ്പം മറ്റെന്തെല്ലാം പറഞ്ഞാലും എല്ലാവരും എതിരാളികളടക്കം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പ്രത്യേകത, ടി സിദ്ദിഖ് ഒരു കഠിനാധ്വാനിയായ ഒരു നേതാവാണ്. എപ്പോഴും ഈ ഉമ്മൻചാണ്ടിയുടെയൊക്കെ ശീലം എന്ന് പറയുന്ന പോലെ ഉമ്മൻചാണ്ടിയുടെ ശീലം അതേപോലെ പകർത്തുന്ന ഈ അടുത്ത തലമുറയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നേതാവായിരിക്കും. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഈ ഒരു മന്ത്രിയായി സ്ഥാനത്തൊക്കെ ഏറ്റെടുക്കുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും മിസ് ചെയ്തത് ആരെയാണ്? ഒരു സംശയമില്ല, രണ്ടാളെ എനിക്ക് മിസ് ചെയ്തു. ഒന്ന് ഉപ്പയാണ്, 2 ഉമ്മൻചാണ്ടി സാറ്. രണ്ടും പ്രാധാന്യമുണ്ട്, 2 തലത്തിൽ പ്രാധാന്യമുള്ളത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ ജയം ആഗ്രഹിച്ച ആളായിട്ട് ഉപ്പ മാറുകയാണ്. കാസർഗോഡ് പാർലമെൻറ്റിൽ ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ പ്രചരണം കാണാൻ ഉപ്പ സുഹൃത്തുക്കളുമായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ അന്ന് 6000 വോട്ടിനാണ് അവിടെ പാർലമെൻറ്റിൽ തോൽക്കുന്നത്. ആദ്യമായിട്ടാണ് 1,03,000 വോട്ടിന് തോറ്റ പാർലമെൻറ്റിലാണ് ഒരു തിരിച്ചുവരവിനുള്ള കാസർഗോഡിൻ്റെ ആദ്യത്തെ ഒരു കൂട്ടൽ നടത്തിയത് ആ തെരഞ്ഞെടുപ്പ്, സീരിയസ് തെരഞ്ഞെടുപ്പ് നടത്തി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുന്നമംഗലത്ത് ഞാൻ പരാജയപ്പെട്ടു. ആ കുന്നമംഗലത്ത് പരാജയം ഉപ്പക്ക് വലിയ മെൻ്റലി ഒരു വളരെ ഷോക്കിംഗ് ആയിരുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ മരിച്ചു. അത് വല്ലാത്തൊരു ടെൻഷൻ ആയ ഒരു സംഭവമാണ്. ഒരുപക്ഷെ എൻ്റെ ഒരു മനസ്സിലുള്ളൊരു ആദി എൻ്റെ പരാജയം മെൻ്റലി ഉപ്പനെ ബാധിച്ചോ എന്ന് വരെ എനിക്ക് ഒരു ആദിയുള്ള ഒരു ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഒരു പ്രയാസം ഫീൽ ചെയ്തൊരു സംഭവം. രണ്ടാമത്തത് ഉമ്മൻചാണ്ടി സാറ് ഓരോ സമയത്തും നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആശ്വാസം, അവിടെ നമ്മളെല്ലാം മറക്കും. സാറൊരു കാര്യം പറഞ്ഞാൽ ഏത് നെഗറ്റീവാണെങ്കിലും, നെഗറ്റീവായ കാര്യം സാറ് പറയാറില്ല, നമുക്ക് ബുദ്ധിമുട്ടേറിയ കാര്യമാണെങ്കിലും നമ്മളത് ഏറ്റെടുത്ത് അങ്ങ് ഇംപ്ലിമെൻ്റ് ചെയ്യും. അപ്പോൾ സാറ് 2021 തെരഞ്ഞെടുപ്പിൽ സാറ് തൊണ്ടക്ക് ബുദ്ധിമുട്ടായിട്ടും എൻ്റെ നിയോജകമണ്ഡലത്തിൽ വന്നു എന്ന് മാത്രമല്ല, സാറിൻ്റെ ഒരു ശൈലി നമുക്ക് വേണ്ടി മറ്റുള്ളവരോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കും. അത് എൻ്റേത് മാത്രമല്ല, എല്ലാവരുടെയും. സാറങ്ങനെ. അപ്പോൾ സാറവിടെ ബിഷപ്പിനെ കണ്ടിട്ടുണ്ട്, സാറുടെ മറ്റുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്.
അവിടെ ഓരോ ആളുകളെ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യേകം നോക്കണം എന്ന് പറഞ്ഞു. 2026 മറിയമോളാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. മറിയമോളുടെ സംസാരം സാറുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുള്ള സംസാരം. ഈ രണ്ട് മിസ്സിങ് ഇന്ന് ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ ഈ രണ്ട് പേരും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിക്കുകയാണ്. ഉമ്മ കുറച്ച് പ്രായമൊക്കെ ആയി, അങ്ങനെ യാത്രയൊന്നും വല്ലാതെ ചെയ്യില്ല. ഉമ്മ കൽപ്പറ്റയിൽ ഈ 5 കൊല്ലത്തിനിടയിൽ ആകെ വന്നത് ഒറ്റത്തവണയാണ് ഇതിനു മുമ്പ് വന്നത്. അപ്പോൾ 2ാം തവണ വന്നത് എൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം. ആ വിജയത്തിന് ശേഷം വന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉമ്മ വന്നു. കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് എൻ്റെ കൂടെ ഉണ്ട്.